CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ BJP ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി DCC ചെറുതോണിയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ RNAW, CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചു. MPമാർക്ക് 30 മുതൽ 35 കോടി വരെ നൽകി കൈക്കൂലിയുടെ കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയതും BJP ആണെന്നും അദ്ദേഹം വിമർശിച്ചു. BJP ഇപ്പോൾ കളിക്കുന്നത് തീക്കൊള്ളിയോടെയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഡീൻ കുര്യാക്കോസ് MP എന്നിവർക്കെതിരെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചെറുതോണി പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ഭരണം അട്ടിമറിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം രാഷ്ട്രീയ പാർട്ടികളെ രണ്ടും മൂന്നുമായി വലിച്ചു കീറി MPമാർക്ക് 25-30-35 കോടി രൂപ കൊടുത്തുകൊണ്ട് കൈക്കൂലിയുടെയും അഴിമതിയുടെയും ചില കേന്ദ്രമായി ഭാരതത്തെ മാറ്റിയത് മറ്റാരുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളെയും അടക്കമുള്ള CBI അടക്കമുള്ള ഇക്കണോമിക് ഫിനാൻസിംഗ് അടക്കമുള്ള രാജ്യത്തിന്റെ എല്ലാ സർക്കാർ ഏജൻസികളെയും അവരെ ദുർവിനിയോഗം ചെയ്യുകയാണ്. DCC സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, അഗസ്തി അഴകത്ത്, PD ജോസഫ്, CP സലീം, മാർട്ടിൻ വള്ളാടിയിൽ, ആൻസി തോമസ്, റിൻസി CB എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.